ആദ്യമായി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 2 മിനിറ്റ് വീഡിയോ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ 18 വർഷത്തിലധികമായി എന്നോടൊപ്പം ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരുപാട് ആളുകളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒരു ഉത്തരവും എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരം പറഞ്ഞു തരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം ആളുകളും അവിശ്വാസികളായി മാറിയിട്ടുണ്ട്. ചിലരൊക്കെ വളരെ ബ്ലൈൻഡായിട്ടുള്ള വിശ്വാസികളായിരുന്നു. അവർ ഒരു ആവറേജ് വിശ്വാസികളായിട്ട് മാറി. ഒരു സാധാരണഗതിയിലുള്ളൊരു വിശ്വാസി അവിശ്വാസിയായിട്ടും മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം എൻ്റെ വൈഫ് തന്നെയാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് അവൾ ഒരു കൃഷ്ണ വിഗ്രഹവുമായിട്ടൊക്കെയാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അവളെ അവിശ്വാസിയാക്കണം മൊത്തത്തിൽ മാറ്റിമറിച്ചത്. അത് കുറേയധികം നാൾ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ കിടന്നു. ആ വാർത്ത ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ വർഷവും ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളാണ്, ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് മുൻപൊന്നും ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. കാരണം അന്ന് ശരിക്കും ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല. ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയോ ഇൻ്റർനെറ്റോ ഒന്നുമില്ല. പത്രവും പിന്നെ അതുപോലെ തന്നെ ന്യൂസ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കാണുന്ന ന്യൂസുമാണ്. ആ ന്യൂസ് എല്ലാ ദിവസവും ഞാൻ കാണണമെന്നും നിർബന്ധമില്ല. പക്ഷേ ഇത് എന്നെ വലിയ രീതിയിൽ തന്നെ അസ്വസ്ഥനാക്കി. ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനും കൊല്ലാനും സാധിക്കുന്നത്? അന്നും ഇന്നും ഞാൻ കരുതുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതാണ്. ഒരു വിശ്വാസിയായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊന്നും തടയാത്തതെന്നായിരുന്നു. എൻ്റെ പ്രിൻസിപ്പൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡെഫിനിഷൻ, ദൈവത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദൈവം സകലതും കാണുന്നുണ്ട്, എല്ലായിടത്തുമുണ്ട്, സർവശക്തനാണ്. അതായത് എവിടെ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന്. ആ ദൈവം ഈ പീഡനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ബാലപീഡനങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരുണ്ടായ കാലഘട്ടം മുതൽ തന്നെ നടക്കുന്നത്. എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു പുതിയ വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. വിഷയത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഒരു സങ്കീർണമായ വിഷയമാണ്. ഈ ലോകത്തിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? അതേപോലെ തന്നെ ഈ പീഡിപ്പിക്കപ്പെടുന്ന ഈ സംഭവത്തെ ദൈവം എന്തുകൊണ്ട് അതിന്മേൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുന്നില്ല? വീണ്ടും വീണ്ടും ഈ പീഡിപ്പിക്കൽ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഞാനിത് ഈ വിഷയം എടുക്കാനുള്ള കാരണം, നമ്മുടെ യൂട്യൂബിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുണ്ട്, ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അദ്ദേഹം ശാസ്ത്ര ലോകത്തിന് വളരെയധികം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രൊഫസർ തന്നെയാണ്. അദ്ദേഹം പറയുന്ന 18 വർഷമായി ഞാനൊരു അവിശ്വാസിയാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദിയാണ്, ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് മാത്രമാണ്, ചുരുക്കത്തിൽ ഞാൻ പറയാം, എന്നാൽ ഈ വീഡിയോ നിങ്ങൾ കാണുക. പറയുന്നത് ഒറ്റ കാരണമാണ്, അദ്ദേഹം ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവമില്ല എന്നാണ് വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. ഈ കുഞ്ഞുങ്ങളുടെ പീഡനം തടയാൻ ദൈവമുണ്ടെങ്കിൽ കഴിയാമായിരുന്നു. എന്നാൽ ദൈവമില്ലാത്തത് കൊണ്ടല്ലേ ദൈവം ഇത് കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഈ പീഡനത്തെ അനുവദിക്കുന്നു എന്നൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തെ നിരീശ്വരവാദിയാക്കിയതെന്ന് അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിതനാകുകയാണ്. എന്നാൽ ഇതിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഇതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഇതിനൊപ്പം അറ്റാച്ച് ചെയ്ത്, അതൊരു ഓഡിയോ ആണ്, അത് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ നിങ്ങൾ ഇതിനൊപ്പം കേൾക്കുക. പിന്നെ അതിനു മുമ്പ് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്കെല്ലാം നല്ല ഫീഡ്ബാക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ സഭകളിലെല്ലാം സഭകളുടെ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇത്തരം വിഷയങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയ മൂഢരാകുകയാണ് നാം ഓരോരുത്തരും. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും തിരിച്ചറിയുന്ന, ബൈബിൾ വിളിച്ചു പറയുന്ന സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെതായ
പ്രവൃത്തികൾ എന്തെന്ന് വ്യക്തമായി തിരിച്ചറിയേണ്ടതാണ് വിശ്വാസികൾ നാം ഓരോരുത്തരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായ ആത്മീക തലത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പീഡനം ഉണ്ടാകുന്നത്? ഒന്ന്, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ഒരു സാധാരണഗതിയിലല്ല. ഫ്രീ വിൽ എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം നമ്മളിൽ ദൈവം ഉത്തരവാദിത്തോടു കൂടി ഏൽപ്പിച്ചിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഉണ്ടാക്കിയത്. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു സ്വാതന്ത്ര്യം. ഈ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് കൊണ്ട് തന്നെയാണ് തെറ്റേതെന്നും ശരിയേതെന്നും ന്യായപ്രമാണം വഴി ദൈവം അറിയിക്കുന്നത്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ന്യായപ്രമാണം ദൈവം തരത്തില്ല. കാരണം ന്യായപ്രമാണത്തിൽ തെറ്റേതെന്നും ശരിയേതെന്നും ഒരു മനുഷ്യനെ ബോധിപ്പിക്കുന്ന തലത്തിലുള്ള വചനങ്ങൾ ഈ ബൈബിളിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റും ശരിയും കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് മൊത്തമായി വിവരിക്കുന്ന ഈ ന്യായപ്രമാണം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്? കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ജീവിക്കപ്പെടുന്ന ഒരു ഫ്രീ വില്ലുണ്ട്, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റേതെന്നും ശരിയേതെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഈ കഴിയുന്ന ഈ ചിന്താശക്തി കൊണ്ട് തന്നെ ദൈവത്തോടടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യമെന്ന് പറയുന്നത്. അല്ലാതെ ഒരു റോബോട്ടിനെ പോലെ ഒരു മൃഗത്തെ പോലെ ഒന്നുമല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഈ ന്യായപ്രമാണം തന്നിരിക്കുന്നത്. പലപ്പോഴും ഈ ഫ്രീ വിൽ എന്തെന്ന് മനസ്സിലാക്കാതെ, തെറ്റേതെന്നും ശരിയെന്നും മനസ്സിലാകാതെ പോകുന്നവരെയാണ് വചനത്തിലൊരു വാക്യമുണ്ട്, നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമത്രേ എന്ന്. മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യൻ പരിജ്ഞാനമില്ലാതെ പോയാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമത്രേ എന്നാണ് പറയുന്നത്. കാരണം അവൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുമ്പോൾ തന്നെ ന്യായപ്രമാണത്തിൻ്റെ ഏടുകളിൽ നിന്ന് ന്യായപ്രമാണത്തിൽ തെറ്റും ശരിയും തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും വിശ്വാസിയാകുന്നത്. എന്നാൽ തെറ്റേതെന്ന് മനസ്സിലായിട്ടും ഇത് മനസ്സിലാക്കാതെ, ന്യായപ്രമാണത്തിൻ്റെ അനുസരണ എന്തെന്ന് മനസ്സിലാക്കാതെ ആ തെറ്റിലേക്ക് തന്നെ ചലിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും പല ക്രൂരതകളും പല പൈശാചികമായ പ്രവൃത്തികളും നമ്മളിൽ നിന്ന് ഉടലെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ദൈവത്തെ പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിനക്ക് ഇത് കിട്ടുകയുള്ളൂ, ഇങ്ങനെ നീ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ലഭിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് ന്യായവിധി എന്ന് പറയുന്നത്. അപ്പോൾ പിശാചിനോട് അടുക്കാതിരിക്കാൻ, പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്തെന്ന് പറയുവാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ ഓഡിയോയിൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവം ഈ ലോകത്തിന് കാണിച്ചു തന്ന റോൾ മോഡൽ എന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ പഠിക്കണം, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ വചനത്തോടനുബന്ധിച്ച് ജീവിക്കുന്നവന് മാത്രമേ യഥാർത്ഥ ദൈവത്തിന് ഇഷ്ടമുള്ളവർ മാത്രമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ കണ്ടുപഠിപ്പീൻ, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം കുഞ്ഞുങ്ങളാണ് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കണമെന്ന് പറയുന്നത് ദൈവമാണെങ്കിൽ, കുഞ്ഞുങ്ങൾ നമ്മുടെ റോൾ മോഡലാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരായിരിക്കും? കുഞ്ഞുങ്ങൾ നമ്മുടെ റോൾ മോഡലായ ഞാൻ നിഷ്കളങ്കനായ എനിക്ക് സ്വർഗരാജ്യം അവകാശപ്പെട്ടതാ. ഈ അവകാശത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരായിരിക്കും? പിശാച് തന്നെയാണ്. അതുകൊണ്ട് പിശാച് എന്താണ് ചെയ്യുന്നത്? ആ റൂട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ ഓഡിയോ കൂടി കേൾക്കുക, എന്നിട്ട് വിലയിരുത്തുക. ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ ഓഡിയോ കേൾക്കുക. കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനവും ഉപദ്രവങ്ങളും
കാലാകാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നൊരു സമ്പ്രദായം തന്നെയാണ്. എന്നാൽ ഈയിടെയായിട്ട് വളരെയധികം അതിൻ്റെ തോത് ഉയർന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കല്യാണി എന്ന് പറയുന്ന 4 വയസ്സുകാരിയെ സ്വന്തം മാതാവ് വെള്ളത്തിലെറിഞ്ഞു കൊല്ലുന്നൊരവസ്ഥ. അത് വളരെയധികം പൈശാചികമായൊരു കാര്യം തന്നെയാണ്. ഒരു മനുഷ്യത്വമുള്ളവൻ ഒരിക്കലും കേട്ടു നിൽക്കാൻ കഴിയാത്ത വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അരങ്ങേറിയത്. എന്നാൽ അതിനേക്കാളും എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആ കുഞ്ഞ് നിരന്തരം 1.5 വർഷമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ള വാർത്തയാണ്. നോക്കണം, 1.5 വയസ്സുള്ള കുഞ്ഞ്, 1.5 വയസ്സ് കുഞ്ഞ് ആയപ്പോൾ മുതൽ ഈ കുഞ്ഞിന് പീഡനം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്രയധികം വഷളത്വം നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വേദന ഉളവാക്കുന്നുണ്ട്. ഈ 1.5 വയസ്സായ കുഞ്ഞ് എന്തറിയാം? സ്വന്തം അമ്മയോട് കരയാനും സ്വന്തം അമ്മയോട് പരാതി പറയാനും മാത്രമറിയുന്ന ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന സ്വന്തം അപ്പൻ്റെ അനിയൻ, അതായത് അപ്പനോളം തുല്യമുള്ള ഒരു മനുഷ്യനാണ് ഒരു കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചത്. ഇങ്ങനെ ഒരു അറിയപ്പെട്ടൊരു വിഷയം മാത്രമാണ് നമ്മുടെ ചെവിക്കുള്ളിൽ കേട്ടത്. എന്നാൽ അറിയപ്പെടാത്ത എത്രയോ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാകാം. 100 കണക്കിന് 1000 കുടുംബത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടാകാം. നിരന്തരമായി കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും ചിന്തിക്കാം, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യത്വമുള്ള മനുഷ്യർക്കെല്ലാവർക്കും അവരുടെ മുമ്പിൽ ചോദ്യമായി നിൽക്കുന്നൊരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് ഇവരിങ്ങനെ പെരുമാറുന്നത്? കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് പരാതിപ്പെടാൻ സ്വന്തം മാതാവ് മാത്രമേ ഉള്ളൂ, സ്വന്തം പിതാവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പിതാവും മാതാവും തന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുവാൻ ഒരുക്കപ്പെടുന്നു എന്ന് പറയുന്നത് എത്രയോ പൈശാചികരമായൊരു കാര്യമാണ്. ഇന്നത്തെ അവസ്ഥകൾ കുഞ്ഞുങ്ങൾക്ക് വിരോധമായിരിക്കുക. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വ്യക്തമായി ഇതിന് ഉത്തരം കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഉത്തരം കാണാത്തിടത്ത് ഉത്തരം കാണിച്ചു തരുന്ന ഒരു പുസ്തകമുണ്ട്, അത് ബൈബിളാണ്. ഞാൻ ബൈബിൾ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ വ്യക്തമായൊരു ഉത്തരമുണ്ട് കാണുവാനിടയായി. യേശുക്രിസ്തു കുഞ്ഞുങ്ങളെ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകണം. മറ്റു മനുഷ്യരോടാണ് പറയുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തില്ല. സാധാ മുതിർന്നവരായ മനുഷ്യരോട് ദൈവം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകണമെന്ന്. എന്തുകൊണ്ടാണ്? നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആയാൽ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ, അതായത് കുഞ്ഞുങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്ന്. കുഞ്ഞുങ്ങളിൽ എന്താണ് ഇത്ര വലിയ പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമായി ദൈവം സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്? കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത്വം തന്നെയാണ്. നിഷ്കളങ്കത്വം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നൊരു സംഗതിയല്ല. ദൈവം ഒരു പ്രത്യേക വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവമുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് നിഷ്കളങ്കത്വം എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങളിൽ മുഴുവനും നിഷ്കളങ്കത്വം നിറഞ്ഞിരിക്കുക. എന്നാൽ മുതിർന്നവർക്ക് നിഷ്കളങ്കത്വം കുറവാണ്. എന്നാൽ നിങ്ങൾ മുതിർന്നവർ പോലും നിങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കണം, കുഞ്ഞുങ്ങളെപ്പോലെ ആകണമെന്ന് യേശുക്രിസ്തു നിർദ്ദേശിക്കുന്ന ഒരു കൊട്ടേഷനാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഇത് വ്യക്തമാക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ അരോചകപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട് ഈ ലോകത്തിൽ. അത് പിശാചിൻ്റെ ശക്തിയാണ്. പിശാചിന് ഇത് വളരെയധികം അരോചകമാണ്. കാരണം കുഞ്ഞുങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ നിഷ്കളങ്കത്വമുള്ളവനായാൽ അവൻ പിന്നെ എത്തപ്പെടുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഒരു മനുഷ്യൻ എത്തപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. അതുകൊണ്ട് പിശാചിന് ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിന്ന് അകറ്റണമെന്നൊരു ആഗ്രഹത്തോടെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ റോൾ മോഡൽ ആരായിരിക്കണം? കുഞ്ഞുങ്ങളായിരിക്കണം നിങ്ങളുടെ റോൾ മോഡൽ. കുഞ്ഞുങ്ങളെപ്പോലെ ഒരു മനുഷ്യനായിക്കഴിഞ്ഞാൽ അവൻ നിഷ്കളങ്കത്വമുള്ളവനായി തീരും.
അവൻ നീതിയുള്ളവനായി തീരും, മറ്റുള്ളവരോട് കരുണയുള്ളവനായി തീരും, എപ്പോഴും മറ്റുള്ളവരോട് നോക്കി ചിരിക്കുന്നവനായി തീരും. അവൻ്റെ ഹൃദയത്തിൽ അസൂയ ഉണ്ടാവില്ല, കളങ്കമുണ്ടാകില്ല, അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടാകത്തില്ല. അവൻ്റെ മനോഭാവം വളരെ ക്ലീൻ ആയിരിക്കുമെന്ന് യേശുക്രിസ്തു പറയുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് സ്പഷ്ടമായി ലോകത്തോട് വിളിച്ചു പറയുന്ന ക്രിസ്തുവിൻ്റെ സന്ദേശം. ഈ സന്ദേശത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് പിശാച. കാരണം നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ മറ്റു മനുഷ്യരായി കഴിഞ്ഞാൽ ഈ മനുഷ്യരെല്ലാം സ്വർഗത്തിലേക്ക് കടക്കും. നരകമാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ വാസസ്ഥലം. പിശാചിന് ഇഷ്ടം മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഇത് തടസ്സപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ ഭൂമിയിലുള്ള വ്യക്തി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ റോൾ മോഡലാക്കി കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും സ്വർഗത്തിൽ പോകും. അത് വളരെയധികം വിരോധാഭാസമാണ് പിശാചിന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മനുഷ്യരെ മുഴുവനും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെ തടയപ്പെടുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന ഈ കുഞ്ഞിനെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ ഹൃദയത്തിൽ മറ്റൊരു വികാരവുമില്ല. അവൻ്റെ ഹൃദയത്തിൽ ഉള്ള വികാരമെന്ന് പറയുന്നത് പൈശാചികമാണ്. പൈശാചികമുള്ളവന് മാത്രമേ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ കഴിയുള്ളൂ, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുള്ളൂ, കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാൻ കഴിയുള്ളൂ, നിഷ്ഠൂരമായി കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയത്തുള്ളൂ. പൈശാചിക സ്വഭാവമുള്ളവന് മാത്രമാണ്. പിശാച് ഒരു മനുഷ്യനിൽ കടന്ന് ഈ കുഞ്ഞുങ്ങളെ നശിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളിൽ കൂടി മറ്റു മനുഷ്യരും ഈ ലോകത്തിൽ നശിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിശാചാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന വ്യക്തികൾ ഏത് മതസ്ഥരായാലും, ഞാൻ ഈ പറയുന്നത് ഏത് മതസ്ഥർ കേട്ടാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് സത്യദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞു തന്നത് യേശുക്രിസ്തു ആണെങ്കിൽ നിങ്ങൾ യേശുവിനോട് തന്നെ പ്രാർത്ഥിക്കണം. കാരണം യേശുവാണ് ഈ രഹസ്യം പറഞ്ഞു തന്നത്. കുഞ്ഞുങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആയാൽ മാത്രമേ നിങ്ങൾക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. ഇതിനെ തടസ്സപ്പെടുത്തുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ മനുഷ്യരെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ ഏറ്റവും നിഷ്ഠുരമായി ഉപദ്രവിക്കാൻ വേണ്ടി പിശാച് അവൻ്റെ തന്ത്രങ്ങളെ ചില മനുഷ്യരുടെ മേൽ കുത്തിവെക്കുകയാണ്. അതാണ് കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഈ വിരോധാഭാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏറ്റവും നിഷ്കളങ്ക ഭാവത്തിൽ തന്നെ അവരോട് പെരുമാറാൻ ശ്രമിക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീരണം. അവിടെയാണ് സമാധാനം, ശാന്തവും ഉണ്ടാകുന്നത്. അല്ലാതെ ഈ ഒരു കാര്യത്തിന്മേൽ, കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവത്തിന്മേൽ തടസ്സം വരുത്തുവാൻ ഈ ലോകശക്തികൾക്ക് കഴിയത്തില്ല. ഇതിവിടെ മാത്രമല്ല, ഏറ്റവും ഉന്നതമായി ജീവിക്കുന്ന അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലായിടത്തും കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഈ വിരോധാഭാസം, പീഡിപ്പിക്കൽ, ഉപദ്രവങ്ങൾ, ബലാത്സംഗങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുക. നമ്മളതിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും എല്ലാ മാസവും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. തടസ്സപ്പെടുത്തേണ്ടത് പിശാചിൻ്റെ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള മാതാപിതാക്കൾ ദൈവത്തിനോട് കരയുക. തീർച്ചയായും ദൈവം വിടുവിക്കും.